രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തിയിരിക്കുന്നു. ഹിന്ദു മേഖലയിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് നരേന്ദ്രമോദി രാഹുലിനെ കടന്നാക്രമിച്ചത്. പതിവ് രീതിയിൽ കോൺഗ്രസും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നരേന്ദ്രമോദിയെയും ബി.ജെ.പി. എൻ.ഡി.എ സർക്കാരിനെയും കടന്നാക്രമിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഹിന്ദു മേഖലയിൽ നിന്നും പേടിച്ചോടുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഉത്തരേന്ത്യയിലെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത പോരാട്ടമാണ് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2014 ശക്തമായ മത്സരം 2019 നടക്കുമ്പോൾ എൻ.ഡി.എ ഭരണ തുടർച്ച എന്ന ലക്ഷ്യവുമായി ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ ഭരണവും പ്രതാപവും തിരിച്ചുപിടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാടിളക്കിയുള്ള പ്രചാരണങ്ങൾക്കൊപ്പം വലിയ ആക്ഷേപങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിനെതിരെ ബി.ജെ.പിക്കെതിരെ കോൺഗ്രസും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം പ്രചാരണത്തിലാണ്. അമിത്ഷാ കേന്ദ്ര നേതൃത്വം ബി.ജെ.പി ഒന്നടങ്കം വലിയ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ഗംഭീര പ്രകടനങ്ങൾ, തെരഞ്ഞെടുപ്പ് റാലികൾ ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ് വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കളം. പ്രത്യേകിച്ചും ഒരുപാട് പ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മു കാശ്മീരിലടക്കം വലിയ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടിരുന്നു. ഉത്തർപ്രദേശിലെ മണ്ണിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസ് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടി പ്രിയങ്ക ഗാന്ധി ഇത്തവണ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കളത്തിലുള്ളത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരിയെ ഇത്തവണ രാഹുൽ ഗാന്ധിയും കളത്തിലിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉത്തർപ്രദേശിൽ നടന്ന റാലിയിലൊക്കെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് പ്രിയങ്കയും അതോടൊപ്പം മറ്റു കോൺഗ്രസ് നേതാക്കളും അഴിച്ചുവിട്ടത്. ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ കണ്ണുകളും കേരളത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ, ആ പ്രതീക്ഷയിലാണ് കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർ. പ്രത്യേകിച്ചും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ശക്തമായ മണ്ഡലം നടക്കുന്ന രണ്ട് സ്ഥലങ്ങളിലും കുമ്മനം രാജശേഖരന് വേണ്ടിയും കെ സുരേന്ദ്രന് വേണ്ടിയും പ്രചാരണത്തിനായി നരേന്ദ്രമോദി എത്തും. അതുതന്നെയാണ് കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. ഹിന്ദു മേഖലയിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്നും ഹിന്ദുക്കളെ രാഹുൽ ഗാന്ധിക്ക് പേടിയെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദി പിന്തുടരുന്ന ഒരു ശൈലിയും രീതിയും കഴിഞ്ഞ കുറച്ചു നാളുകളായി രാഹുൽ ഗാന്ധി തുടരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തിയിരുന്നു. പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനങ്ങൾ, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങി ഓരോരുത്തരുടെ വീടാന്തരം കയറി പ്രാദേശികമായ വികാരം അറിഞ്ഞ് കർഷകർക്കൊപ്പം നിന്ന് അങ്ങനെ തന്നെയായിരിക്കും അടിയൊഴുക്കുകൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയം ആർക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വലിയ തെരഞ്ഞെടുപ്പ് റാലികൾക്കും അപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വീടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രീതി. ആ രീതി തന്നെയാണ് രാഹുലും പിന്തുടരുന്നത്. അതിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഹിന്ദുക്കളെ പേടിയാണെന്നും ഹിന്ദു മേഖലയിൽ നിന്നും രാഹുൽ ഒളിച്ചോടുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും.